കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ സമരം പുനരാരംഭിച്ചിരിക്കുന്നു. സമരസമിതി ഫാക്ടറിയിലേക്ക് പോകുന്ന വഴിയിൽ സമരപ്പന്തൽ കെട്ടി മഴയത്താണ് സമരം. ഫാക്ടറിയിലേക്ക് മാലിന്യമായി വരുന്ന വാഹനങ്ങൾ തടയുമെന്ന് സമരക്കാർ പറഞ്ഞു. ജില്ലാ കലക്ടറും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും ഉച്ചയോടെ ഫാക്ടറിയിൽ പരിശോധനയ്ക്കെത്തും. ശരത്ത് സ്ഥലത്തുണ്ട്. ശരത്ത്, ഇപ്പോൾ ഈ ഫ്രഷ് കട്ട് സംവിധാനം അത് നിരോധിക്കുന്നു എന്നുള്ള തീരുമാനം വന്നതായിരുന്നല്ലോ. ഇപ്പോൾ ആ സ്റ്റോപ്പ് മെമ്മോയിൽ പിന്നെ എന്താണ് വീഴ്ച സംഭവിച്ചത്? സ്മൃതി, അതായത് ഇന്നിപ്പോൾ എന്തായാലും ജനകീയ സമരസമിതി പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെയാണ് ഈ സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സ്റ്റോപ്പ് മെമ്മോ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എന്തായാലും ഫ്രഷ് കട്ടിനെതിരെ ജനകീയ സമരസമിതി പ്രതിഷേധം കടുപ്പിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സമരപ്പന്തലടക്കം തീർത്ത് നാട്ടുകാർ ഈ ഫ്രഷ് കട്ടിന്റെ മുൻപിൽ ഇത്തരത്തിൽ പ്രതിഷേധ സമരവുമായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. എന്തായാലും ഇതിലൊരു തീരുമാനമാകുന്നതിന് പ്രതിഷേധം തുടരാനുള്ളത് തന്നെയാണ് തീരുമാനം. ഇപ്പോൾ ഫ്രഷ് കട്ടിലേക്കടക്കം വാഹനങ്ങൾ, ഈ മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ലോറി അടക്കം തടയാൻ കൂടി സമരസമിതിയുടെ ആളുകളൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തന്നെയാണ് എന്തായാലും ഇപ്പോൾ നാട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത്. നേരെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെയായിരുന്നു. അതായത് നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകി ഇത് ഫ്രഷ് കട്ടിന്. പക്ഷേ അത് കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചിട്ടല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതായത് മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നതായി കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. ഇതിനായി മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയില്ല. പഞ്ചായത്തിന്റെ പരിശോധനയിൽ മാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയില്ല. അപ്പം സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതിന് മുമ്പ് നോട്ടീസ് നൽകിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കോടതി കണ്ടെത്തി. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്തിട്ടുള്ളത്. നിലവിലെന്തായാലും ഹൈക്കോടതിയുടെ ഉത്തരവ് പിന്നാലെ ഇപ്പോൾ നാട്ടുകാർ വലിയ സമരത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഈ മഴയത്തടക്കം ഇവർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. നിലവിൽ എന്താണ് ഇപ്പോൾ വാഹനം തടയല്ല, ഞങ്ങൾ ഒരു വാഹനവും തടയില്ല. പക്ഷേ ഫ്രഷ് കട്ടിൻ്റെ ഒരു വാഹനം കൂടെ കടത്തിവിടാതെ പോലീസ് അധികാരികൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് വരും. ഫ്രഷ് കട്ട് എന്നുള്ള സ്ഥാപനം കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ നാടിനെ നശിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ സമാധാനപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സമരങ്ങളും ചെയ്തു. അതായത് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി മുതൽ നമ്മുടെ MP, കേരള മുഖ്യമന്ത്രി എല്ലാവർക്കും നമ്മൾ പരാതി കൊടുത്തതാണ്. പക്ഷേ നമുക്ക് ഇതുവരെ അനുകൂല തീരുമാനം കിട്ടിയിട്ടില്ല. അനുകൂല തീരുമാനം കിട്ടാത്ത സാഹചര്യത്തിൽ എന്തായാലും പ്രതിഷേധം കഴിയും. ഇപ്പോൾ ഇതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്ത റിപ്പോർട്ടിൽ അത് കൃത്യമായി നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള റിപ്പോർട്ടാണ് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. അതാണ് സ്റ്റോപ്പ് മെമ്മോ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത്. അതിൽ വീഴ്ച സംഭവിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കട്ടിപ്പാറ സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് അതാണ് ഹൈക്കോടതി ഇന്നലെ സ്റ്റേ കൊടുക്കാൻ കാരണം ഒരാഴ്ച മുന്നേ ഇവിടെ കാലവർഷക്കെടുതിയിൽ ഈ ഫ്രഷ് കട്ടിൽ ഏകദേശം 5 അടിയോളം വെള്ളം വന്നിട്ടുണ്ട്. അരക്ക് മുകളിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മാലിന്യം ഒഴുകുന്നതൊക്കെ ഞങ്ങളന്ന് വീഡിയോ എടുക്കുകയും അത് ഞങ്ങൾ കട്ടിപ്പാറ സെക്രട്ടറി അറിയിക്കുകയും താമരശ്ശേരി, കട്ടിപ്പാറ, ഓമശ്ശേരി സെക്രട്ടറിമാരൊക്കെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. HIമാരൊക്കെ വന്നു, അവരൊക്കെ നല്ല റിപ്പോർട്ടുകൾ ചെയ്തു. പക്ഷേ ഇവിടെ വരാതെയാണ് കട്ടിപ്പാറ സെക്രട്ടറി ഇവിടെ വെള്ളം 12 സെൻറ്റിമീറ്റർ വെള്ളം ഉള്ളായിരുന്നെന്നും അവിടെ ആ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ തരാം. അത് നിങ്ങൾ എങ്ങനെയാണ് സമരം ഞങ്ങൾ ഉന്നത അധികാരികളെ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഇത് പ്രകാരം 3 പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ എഫേർട്ടായ ഒരു എഞ്ചിനീയർ ഇവിടെ വന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉന്നതാധികാരികളുടെ ഞങ്ങളെ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങളിവിടെ വൈതടികളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പോലീസ് അധികാരികളുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം. വാഹനങ്ങൾ ഞങ്ങൾ തടയുന്നില്ല, പക്ഷേ വാഹനങ്ങൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ അധികാരികൾ ശ്രമിക്കുക. ഇവിടെ വന്ന് ഇത്രയും ജനങ്ങളെ മുന്നിൽ വെല്ലുവിളിച്ചുകൊണ്ട് ഫ്രഷ് കട്ടിൻ്റെ വാഹനം ഇവിടേക്ക് വരാൻ പാടില്ല. ഞങ്ങൾ തടയാനല്ല, പക്ഷേ വരാൻ പാടില്ല. അത് അധികാരികൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുക. അതായത് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. ഇവർ പറയുന്നത് ഈ രീതിയിൽ അധികാരികൾ ഇത്തരത്തിൽ വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടാൻ ശ്രമിക്കരുത്, അങ്ങനെയാണെങ്കിൽ മറ്റു സമരങ്ങളിലേക്ക് തന്നെ കടക്കേണ്ടി വരും. എന്തായാലും സമാധാനപരമായുള്ള സമരമാണ്. ഒപ്പം ഇന്നിപ്പോൾ ജില്ലാ കളക്ടറും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനൊക്കെ തന്നെ ആളുകളും ഈ ഫ്രഷ് കട്ടിൽ പരിശോധന നടത്തും. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഈ 13-ാം തീയതി ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ വീണ്ടും ഇത് ഇവിടെ ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നുള്ളത്. മാലിന്യം ഇവിടേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. നാട്ടുകാരുടെ കാലങ്ങളായുള്ള സമരമാണ് അവർ അത് പുനരാരംഭിച്ചിരിക്കുന്നത്.